ഇംഗ്ലണ്ടിനെതിരെ T20 പരമ്പര തകർപ്പൻ വിജയത്തോടെ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ടീം പരമ്പര സ്വന്തമാക്കിയെങ്കിലും മലയാളി താരം സഞ്ജു സാംസണെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ബാറ്റിംഗിൽ മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല. സഞ്ജുവിനേക്കാൾ മോശം പ്രകടനം നടത്തിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ അത്രത്തോളം വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളിൽ നിന്ന് 5.60 ശരാശരിയിൽ 28 റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവ് നേടിയത്. താരത്തിന്റെ ഒരു T20 പരമ്പരയിലെ ഏറ്റവും കുറഞ്ഞ ശരാശരിയാണിത്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ വെറും 116. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു എന്ന് പറയുമ്പോഴും ബാറ്റിംഗിൽ അമ്പെ പരാജയപ്പെടുന്നതാണ് നാം കണ്ടത്. ബംഗ്ലാദേശിനെതിരെ ഒക്ടോബറിൽ സ്വന്തം നാട്ടിൽ നടന്ന പരമ്പരയിലെ ഒരു മത്സരത്തിൽ സൂര്യകുമാർ യാദവ് 75 റൺസ് നേടിയിരുന്നു. അതിനുശേഷം ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകൾക്കെതിരെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. എന്നാൽ കഴിഞ്ഞ 7 ഇന്നിംഗ്സുകളിൽ ഒന്നിൽ പോലും 20-ന് മുകളിൽ റൺസ് കണ്ടെത്താൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടില്ല. ഇതിൽ തന്നെ 2 മത്സരത്തിൽ അക്കൗണ്ട് തുറന്നതുമില്ല. ഇംഗ്ലണ്ടിനെതിരെ 2 മത്സരങ്ങളിലാണ് സൂര്യകുമാർ യാദവ് 0 റൺസിന് പുറത്തായത്. ഇപ്പോഴത്തെ രൂക്ഷമായ ഭാഷയിൽ സൂര്യകുമാർ യാദവിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ. സഞ്ജുവുമായി താരതമ്യം ചെയ്താണ് സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനത്തെയും അശ്വിൻ വിലയിരുത്തുന്നത്. ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ മികവ് പുലർത്താൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞെങ്കിലും ബാറ്റിംഗിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് അശ്വിൻ പറഞ്ഞത്. സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവും ഒരുപോലെ പുറത്താകുന്നു എന്നാണ് അശ്വിന്റെ നിരീക്ഷണം. ഒരേപോലുള്ള പന്തിൽ ഒരേപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡിൽ ഒരേ ഷോട്ടിൽ ഒരേ തെറ്റ് സംഭവിച്ച് സൂര്യയും സഞ്ജുവും പുറത്താകുന്നു എന്ന് അശ്വിൻ വിശദീകരിച്ചു. 1-2 മത്സരങ്ങളിൽ ഇത് സംഭവിക്കുന്നത് തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർത്തു. സിനിമാ താരം രജനീകാന്ത് 2 വ്യത്യസ്ത വേഷങ്ങളിലെത്തിയ ഒരു സിനിമയെ കൂടി സൂചിപ്പിച്ചാണ് അശ്വിന്റെ വിമർശനം. ഈ സിനിമയിൽ ഒരു രജനീകാന്തിന് മീശയുണ്ട്, ഒരു രജനീകാന്തിന് മീശയില്ല. സഞ്ജുവിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ബാറ്റിംഗ് കാണുമ്പോൾ തനിക്ക് ഇതാണ് ഓർമ്മ വരുന്നതെന്നും അശ്വിൻ പറഞ്ഞു. ബാറ്റിംഗിൽ തങ്ങൾക്കെതിരെ ഒരു തന്ത്രം പയറ്റുന്നു എന്ന് മനസ്സിലായാൽ പിന്നെ അതിന് മറുപടി കണ്ടെത്തേണ്ടത് ബാറ്റർമാരുടെ ഉത്തരവാദിത്തമാണെന്നും അശ്വിൻ സൂര്യകുമാർ യാദവിനോടും സഞ്ജുവിനോടുമായി പറഞ്ഞു. വിമർശനങ്ങളെ ഉൾക്കൊണ്ട് സഞ്ജുവിനും സൂര്യകുമാർ യാദവിനും തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നു. അതേസമയം ഇംഗ്ലീഷ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ കൈവിരലിന് പരിക്കേറ്റ സഞ്ജു സാംസണ് 6 ആഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. സൂര്യകുമാർ യാദവ് ആകട്ടെ ഇനി രഞ്ജി ട്രോഫിയിൽ കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹരിയാനയ്ക്കെതിരെയുള്ള രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനുള്ള മുംബൈ ടീമിൽ സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം നടത്തിയ ശിവം ദുബൈയും ഈ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 8 മുതലാണ് രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്.